ഗോകുൽ, ഏറ്റവും പുതിയ വിവരം എന്താണ്? എത്ര സമയത്തെ യാത്രയാണ് അങ്ങോട്ട് അഭയാരണ്യത്തിലേക്ക് കൃത്യമായി ഉള്ളത്? ഉടൻ തന്നെ ഈ എലിഫന്റ് ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെടുമോ? വിശദാംശങ്ങൾ എന്താണ്? ഉടൻ തന്നെ ഈ എലിഫന്റ് ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടും. ഈ വഴി പ്ലാന്റേഷന്റെ വഴിയിലൂടെ മലയാറ്റൂരിലെ അവിടേക്ക് ആനയെ സംരക്ഷിക്കുന്ന സ്ഥലത്തേക്ക്, കേന്ദ്രത്തിലേക്കാണ് എത്തിക്കുക. അവിടെ അതായത് ഏകദേശം ഒരു 1.5 മണിക്കൂറിലധികം നീണ്ട യാത്രയാണ് ആ പ്രദേശത്തേക്കുള്ളത്. 25 കിലോമീറ്റർ, കൃത്യമായി പറയുകയാണെങ്കിൽ 25 കിലോമീറ്റർ ദൂരമുണ്ട്. അത് ആനയെ ഇപ്പോൾ പൂർണ്ണമായും തന്നെ ഈ ലോറിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി ഈ വാഹനമായതുകൊണ്ട്, ആംബുലൻസ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ലോറി സഞ്ചരിക്കുകയും അവിടേക്ക് എത്തുകയും ചെയ്യും, പരിപാലിക്കുന്ന കേന്ദ്രത്തിലേക്ക് എത്തുകയും ചെയ്യും. ഏകദേശം 25 കിലോമീറ്റർ ദൂരമാണ് അങ്ങോട്ടുള്ളത്. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ആനയെ സംരക്ഷിക്കുന്ന കേന്ദ്രത്തിലേക്ക് എത്തിക്കും. ഇപ്പോൾ ആ കുങ്കിയാനകൾ ദൗത്യത്തിന് ശേഷം അത് നീങ്ങുന്നത് നമുക്ക് കാണാം. ലോറിയിൽ പൂർണ്ണമായും ആന കയറിയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഈ വാഹനം ഇവിടെ നിന്ന് തിരിക്കും. ഏതായാലും നിമിഷങ്ങൾ മാത്രമേ ഇനി അതിന് ബാക്കിയുള്ളൂ. ആദ്യഘട്ടത്തിൽ ഒരു ആശങ്കയുണ്ടായത് ഈ ആന നിലത്ത് വീണതായിരുന്നു. അപ്പോഴൊക്കെ ഒരു ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വെള്ളം ഒഴിച്ച് ആനയുടെ ശരീരം തണുപ്പിച്ചു. അതിനുശേഷം ആനയ്ക്ക് ഡ്രിപ്പ് നൽകി, അത്തരത്തിലുള്ള ചികിത്സ, പ്രാഥമികമായ പല ചികിത്സകൾ നൽകി, മുറിവ് വൃത്തിയാക്കി, മുറിവിനുള്ളിലെ ചെളിയും കല്ലും ഒക്കെ എടുത്ത് കളയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ ചികിത്സ നൽകി, പ്രാഥമികമായ ചികിത്സ നൽകി, അങ്ങനെ ആനയെ എഴുന്നേറ്റ് നിൽക്കാവുന്ന ഒരു ശ്രമത്തിലേക്ക്, ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചു. അതിനുശേഷമാണ് 3 കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ ഉയർത്തുകയും പിന്നീട് ലോറിയിലേക്ക് കയറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. കാര്യമായ ചെറുത്തുനിൽപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നുമില്ലാതെ തന്നെ ആന ലോറിയിലേക്ക് കയറുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. നമ്മൾ അരിക്കൊമ്പന്റെ ദൗത്യം കണ്ടപ്പോഴും അതോടൊപ്പം തന്നെ PT-7 ദൗത്യം കണ്ടപ്പോഴൊക്കെ ആന തിരിച്ച് ഈ കുങ്കിയാനകളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷേ ഇതിൽ അതൊന്നും ഉണ്ടായില്ല. ആന തീർത്തും അവശനാണ്. ആന ആംബുലൻസിൽ കയറി. ഇനി ഉടൻ തന്നെ ഇവിടെ നിന്ന് ആനയെ, ഈ കുങ്കിയാനകൾ ദൗത്യം അവസാനിപ്പിച്ചു മടങ്ങിയല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമൊക്കെ കഴിഞ്ഞു. വാഹനം അവിടെ നിന്ന് പുറപ്പെട്ടോ. അരുൺ സക്കറിയ അടക്കുന്ന ടീം മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ അവിടെ വെച്ച്? അതോ അദ്ദേഹം നേരെ കോടനാട്ടേക്ക് പോവുകയാണോ ചെയ്യുക? അരുൺ, കേൾക്കാമോ? അരുൺ, കേൾക്കാമോ? ഈ കുങ്കിയാനകൾ മടങ്ങിയല്ലോ. ഈ അരുൺ സക്കറി അടക്കുന്ന ടീം മാധ്യമങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധ്യതയുണ്ടോ? അതോ അദ്ദേഹം ഈ ആനയെ അനുഗമിക്കുകയാണോ അങ്ങോട്ടേക്ക്, കോടനാട്ടേക്ക്? വിദഗ്ധ സംഘം ആനയെ അനുഗമിക്കുക തന്നെ ആയിരിക്കും. ഇപ്പോൾ കുങ്കിയാനകൾ ഇവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. അതായത് ഈ ദൗത്യം, കുങ്കിയാനകളുടെ ദൗത്യം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ലോറി ഉടൻ തന്നെ പുറപ്പെടും. അതിനോടൊപ്പം തന്നെ വിദഗ്ധ സംഘവും പോകും. ഇത് കോടനാട് എത്തിച്ച് അവിടെ കൂട്ടിലേക്ക് മാറ്റണം. അപ്പോൾ ആ പ്രക്രിയയും കൂടെ പൂർത്തിയായതിനു ശേഷം മാത്രമേ വിദഗ്ധ സംഘം മടങ്ങുകയുള്ളൂ. നിലവിൽ വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് DFOയുടെ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ അത് ഇപ്പോഴും ഉണ്ടാകുമോ അതോ കോടനാട് എത്തിച്ച് അവിടെ വെച്ചാകുമോ പ്രതികരിക്കുക എന്നത് അറിയില്ല. എന്തായാലും സന്തോഷകരമായ കാര്യം, ഈ ഘട്ടം വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളതാണ്. വനംവകുപ്പ് വളരെ സങ്കീർണമായ ഘട്ടത്തിലൂടെ കടന്നുപോയി അത് വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളത് ഈ ദൗത്യ സംഘത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ വനംവകുപ്പിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. നേരത്തെ ലിഷോയൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഒരു ദൗത്യത്തിൻ്റെ വിജയ ശതമാനം ഒരു 30 മാത്രമായിരുന്നു അരുൺ സക്കറിയൊക്കെ പറഞ്ഞത്. കാരണം ഇത്രയും അവശനായ ഒരു ആനയെ രണ്ടാമത് മയക്കുവെടി വെക്കുക, പിടിക്കുക, അപ്പോൾ ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. വിജയിക്കാനുള്ള സാധ്യത 30% മാത്രമാണെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ആ 30% സാധ്യതയെ അവർ ആ 30% സാധ്യതയെ വിജയകരമാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വനംവകുപ്പിനും അതോടൊപ്പം തന്നെ അതിൻ്റെ ദൗത്യ സംഘത്തിനും അഭിനന്ദനാർഹമായ ഒരു ഓപ്പറേഷനാണ് നടന്നിരിക്കുന്നത്. കുങ്കിയാനകൾ ഇപ്പോൾ ഇവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ ആനയും കൊണ്ടുള്ള എലിഫന്റ് ആംബുലൻസ് പുറപ്പെടും. ഈ കൂട്ടിൽ ആന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തുള്ളിക്കളിക്കുന്നതെന്ന് തന്നെ പറയാം. കാരണം നല്ല ബോധം തിരികെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂട്ടിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ശ്രമം ആന നല്ല ബോധത്തിലേക്ക് വന്നുവെങ്കിൽ ഈ വാഹനത്തിൽ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത് ബുദ്ധിമുട്ടാവുമോ? അതിനുള്ള എന്തെങ്കിലും മുൻകരുതലൊക്കെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ടാവുമായിരിക്കാം അല്ലേ?
അത് ബൂസ്റ്റർ ഡോസ് കൊടുക്കും. കാരണം ഇങ്ങനെയുള്ള ഓപ്പറേഷനിൽ അത് കൂടുതൽ ദൂരം കൊണ്ടുപോകുന്ന സമയത്ത് ആന ബോധത്തിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ബൂസ്റ്റർ ഡോസ് കൊടുക്കുകയാണ് ചെയ്തത്. അരിക്കൊമ്പനൊക്കെ അങ്ങനെയാണ് കൊണ്ടുപോയത്. അപ്പോൾ വഴിയിൽ വെച്ച് വീണ്ടും ആനയ്ക്ക് ബൂസ്റ്റർ ഡോസ് നൽകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ ആരോഗ്യം കൂടി വിലയിരുത്തി എത്രത്തോളം ബോധത്തിലേക്ക് വരുന്നു എന്നതുകൂടി വിലയിരുത്തിയാണ് വിദഗ്ധ സംഘം അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. എന്തായാലും ഈ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിയന്ത്രിക്കാൻ കഴിയാലോ ഒരു നിയന്ത്രണത്തിൽ നിൽക്കുന്നതാണ് എന്നതാണ് വിദഗ്ധ സംഘവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അരിക്കൊമ്പനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മൾ അരിക്കൊമ്പനെ കൊണ്ടുപോകുന്ന സമയത്തും ആന കൂട്ടിൽ കിടന്ന് പുറത്തു കടക്കാനുള്ളൊരു വിരളി പിടിച്ചിരുന്നു. പക്ഷേ കിലോമീറ്ററോളം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതിന് ബൂസ്റ്റർ ഡോസും നൽകിയത്. അപ്പോൾ നിലവിലെ അവസ്ഥയിൽ ഇത് കുഴപ്പമില്ല. ഒരു മണിക്കൂറിനകം കൊണ്ടുചെന്ന് എത്തിച്ചാൽ ബൂസ്റ്റർ ഡോസ് നൽകേണ്ട ആവശ്യം വരില്ല. പക്ഷേ അങ്ങനെ ആവശ്യം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ബൂസ്റ്റർ ഡോസ് നൽകും. ആനയെ നല്ല രീതിയിൽ തണുപ്പിച്ചിരുന്നു. ഈ വീണുപോയത് കൊണ്ട് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആനയുടെ ദേഹത്ത് വെള്ളമൊഴിച്ച് തണുപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മൂവ് ചെയ്യും. ഈ ക്രെയിൻ ഉൾപ്പെടെയുള്ളവ ഇവിടെ എത്തിച്ചിരുന്നു. കാരണം വീണുപോയ ആന എഴുന്നേൽക്കുന്നില്ലെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളുടെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താം എന്നതായിരുന്നു വനംവകുപ്പ് കരുതിയിരുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നിരുന്നില്ല. തണുപ്പിക്കുകയും അതോടൊപ്പം തന്നെ പ്രാഥമിക ചികിത്സ നൽകുകയൊക്കെ ചെയ്തതിന് ശേഷം ആന സ്വയം തന്നെ എഴുന്നേൽക്കുകയാണ് ഉണ്ടായത്. എഴുന്നേറ്റ് നിന്ന് ആനയെ തള്ളി 3 കുങ്കിയാനകളും കൊണ്ട് ചേർന്ന് പുറകിൽ നിന്നും സൈഡിൽ നിന്നുമൊക്കെ തള്ളി ഇതിനകത്തേക്ക് കയറ്റുമ്പോഴും പരിക്കേറ്റ ആന ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയിരുന്നു. 3 കുങ്കിയാനകളും പുറകിൽ നിന്ന് തള്ളുമ്പോൾ തിരിച്ചും ഈ പരിക്കേറ്റ ആനയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിരോധം ഉണ്ടായിരുന്നു. പക്ഷേ അധികം ചെറുത്തുനിൽപ്പില്ലാതെ ആന വേഗം തന്നെ കൂട്ടിലേക്ക് കയറുകയാണ് ഉണ്ടായത്. ഇതിനെ നേരെ ഇനി കോർഡിനേറ്റേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ എത്ര ദിവസം ഇത് ചികിത്സ വേണം എന്നത് അത് വിദഗ്ധ സംഘമാണ് തീരുമാനിക്കുന്നത്. നിലവിൽ 1 മാസത്തോളമെങ്കിലും ചികിത്സ തുടരാനാണ് സാധ്യത. നേരത്തെ 1 മാസം മുമ്പ് ഈ ആനയെ മയക്കുമരുന്ന് വെച്ച് മരുന്ന് നൽകിയിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടത് കൊണ്ടാണ് വീണ്ടും മയക്കുമരുന്ന് വെക്കേണ്ടി വന്നത്. നമ്മൾ കണ്ടതാണ് അതിദയനീയമായ അവസ്ഥയിലായിരുന്നു ഈ പരിക്കുണ്ടായിരുന്നത്. ഈ പരിക്ക് മുറിവിൻ്റെ ഭാഗത്ത് നിന്ന് ചില സമയത്ത് പൊടിയും എയറും ഒക്കെ വരുന്നതായിട്ട് കണ്ടിരുന്നു. അങ്ങനെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ അത്രത്തോളം ഗുരുതരാവസ്ഥയിലായിരുന്നു ആ മുറിവുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇനിയും ദിവസങ്ങൾ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആന ചരിയാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ വനം വകുപ്പ് ഈ ദൗത്യം ഏറ്റെടുക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതിന് ചികിത്സ നൽകിയതിന് ശേഷം ഇനി തിരിച്ച് അവൻ്റെ വാസസ്ഥലത്തേക്ക് വിടുമോ അതോ അവിടെ തന്നെ കോടനാട് തന്നെ തുടർന്നും പാർപ്പിക്കുമോ മെരുക്കിയെടുക്കുമോ എന്നതൊക്കെ സംബന്ധിച്ച് ഇനിയും സർക്കാർ തലത്തിലും വനംവകുപ്പൊക്കെയാണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു പരിക്കേറ്റ ആന അതിന് വിദഗ്ധ ചികിത്സ നൽകാൻ കഴിഞ്ഞു. അതിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്കൊരു അവസരം കിട്ടി എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ 2 തരത്തിലുള്ള ഒരു വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിനുള്ളിലും ഉണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുമ്പോൾ ചിലർ നമ്മളോട് പറഞ്ഞത് ഒരു കാടിൻ്റെ നീതിയുണ്ട്, അത് നടപ്പിലാക്കട്ടെ, നമ്മൾ എന്തിനാണ് ഇതിൻ്റെ പിന്നാലെ പോകുന്നത്? ഇങ്ങനെ ഒരുപാട് മൃഗങ്ങൾ കാട്ടിൽ പരിക്കേറ്റും അസുഖം വന്നുമൊക്കെ ചാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം മൃഗങ്ങൾക്ക് നമുക്ക് ചികിത്സ നൽകാൻ കഴിയും? തീർച്ചയായും അങ്ങനെയുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴായി അത് ജനവാസ മേഖലയിൽ ഇറങ്ങി നടക്കുന്നതും അവിടെ തന്നെ നിലയുറപ്പിക്കുന്നതും ഈ മുറിവുമായി എപ്പോഴും മണ്ണ് വാരി ഇട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്.